എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീഹരിയും അച്ചുവും കൂടെ സംസാരിച്ചുകൊണ്ട് കടൽപ്പുറത്തോട് നടക്കുവാണ്. ഈ സമയത്ത് ശ്രീഹരിയോട് അച്ചു പറഞ്ഞു, അതെ ഇനി എനിക്കിങ്ങനെ അധിക നാളൊന്നും പിടിച്ചു വയ്ക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പോഴാണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ ആരുമില്ല, ആ സമയത്താ കെട്ടിപ്പിടിച്ചേ. പക്ഷേങ്കില് ഇനി എന്നോട് അകൽച്ച കാണിക്കാൻ ഭാവമെങ്കില് ഞാൻ മറ്റൊന്നും നോക്കില്ല, എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുമെന്ന് പറയാം. ഇത് കേട്ടപ്പോ ശ്രീഹരി പറഞ്ഞു, അയ്യോ വേണ്ടാന്ന് പറയാ. അങ്ങനെ വേണ്ടാന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാനേ ശ്രീഹരിയുടെ ഭാര്യ, ആ ഒരു ഓർമ്മ വേണമെന്ന് പറയാം. ശ്രീഹരിക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം നടത്തില്ല. പെട്ടെന്ന് ശ്രീഹരിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുകയാണ് അച്ചു. ശ്രീഹരി വിടാൻ പറയാണ്. എന്തിന്? എന്റെ ഭർത്താവിന്റെ കൈയെ ഞാൻ കയറി പിടിച്ചെന്നോർത്ത് എന്താ കുഴപ്പമിരിക്കുന്നത്, ഇങ്ങോട്ട് വരാനും പറഞ്ഞുകൊണ്ട് ശ്രീഹരിയുടെ കയ്യെ കയറി പിടിച്ചിട്ട് അവിടുന്ന് അച്ചു ഓടുവാണ് ആ കടൽപ്പുറത്തൂടെ. അച്ചുവിന് എന്തെന്നില്ലാതെ സന്തോഷം തോന്നി. പിന്നീട് അച്ചു പറഞ്ഞു, അതെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ഇത്ര സന്തോഷം അനുഭവിക്കുന്ന ദിനങ്ങൾ വേറെ ഉണ്ടായിട്ടില്ലെന്ന് പറയണ. അത് കേട്ടപ്പം ശ്രീഹരിക്കും സന്തോഷമൊക്കെ തോന്നുക. ആ സമയം സേതുമാധവന് മുറിയിൽ തന്റെ ഷർട്ട് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും പല്ലവി അങ്ങോട്ടേക്ക് കയറുന്നു. ഓഹോ, ഇപ്പൊ സ്വന്തമായിട്ട് അയൺ ചെയ്യാനൊക്കെ തുടങ്ങിയ ഇങ്ങനെ താട്ടെ, ഞാൻ ചെയ്തു തരാന്ന് പറയണം. വേണ്ട ഞാൻ ചെയ്തോളാന്ന് പറയണം. ഇങ്ങ തരാനല്ലേ പറഞ്ഞേ, ഞാൻ അയൺ ചെയ്ത് തന്നാ എന്താ കുഴപ്പമിരിക്കണേ. എന്റെ വീട്ടിലെ അച്ഛന് ഞാൻ ഇതൊക്കെ അയൺ ചെയ്ത് കൊടുക്കുന്ന എന്ന് പറയാണ്. ഇത് കേട്ട് സേതു അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ അയൺ ബോക്സ് മേടിച്ച് പല്ലവി അയൺ ചെയ്യാനായിട്ട് അങ്ങ് തുടങ്ങി. ഈ സമയം സേതു ശ്രീഹരിനെ കുറിച്ചും അച്ഛനെ കുറിച്ചും പറഞ്ഞു. എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം അച്ഛനുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല കേട്ടോ പല്ലവി എന്ന് പറയാ. അതെന്താ സേതുവിന് അങ്ങനെ പറഞ്ഞേ? അല്ല ഇവരിങ്ങനെ ഇത്ര സെറ്റായിട്ട് ജീവിക്കുന്നൊന്നും, കാരണം അന്ന് കല്യാണം നടത്തുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം പെട്ടെന്നായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ അവര് തമ്മിൽ നല്ല ഐക്യമുണ്ടല്ലേ, നല്ല സ്നേഹത്തോടെ അല്ലേന്ന് ചോദിക്കും. പിന്നെ സ്നേഹം ഇല്ലാഞ്ഞിട്ടാണോ രണ്ടുപേരും കൂടെ രാത്രിയിൽ പുറത്തു പോയിരിക്കുന്നേ, രണ്ടുപേരും കൂടെ ചുറ്റാൻ പോയിരിക്കുന്നേ. ഇത് കേട്ടപ്പം സേതു പറഞ്ഞു, നല്ല കാര്യമായിപ്പോയി. ഒരു പക്ഷെ ആ നിഖിൽ എന്ന് പറയുന്നവനായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കാൻ പോകുന്നേ? അച്ഛൻ്റെ ജീവിതം തകർന്നു പോയില്ലായിരുന്നു ചോദിക്കുക. അത് ശരിയാ, കൃത്യസമയത്ത് തന്നെ വേണ്ട തീരുമാനങ്ങളൊക്കെ എടുത്തോണ്ട് അച്ഛൻ്റെ ജീവിതം രക്ഷപ്പെട്ടെന്ന് പറയാം. പിന്നീട് പല്ലവി പറഞ്ഞു, ഇനിയിപ്പോ ഇങ്ങനെ അവർ ഒരുമിച്ച് പോവാണെങ്കിൽ അവരുടെ ഇടയ്ക്കുള്ള ആ തലയണ അങ്ങോട്ട് മാറ്റേണ്ട വരുമെന്ന് പറയണം. തലവണയോ? അതെന്ത് സംഭവം? ഒന്നും മനസ്സിലായില്ല സേതുവിന്. അല്ല അവർക്കിടയിൽ തടയണ അങ്ങോട്ട് മാറൂന്ന് പറഞ്ഞ എന്തേലും തടസ്സങ്ങളുണ്ടെങ്കിലേ ഇങ്ങനെ ഒന്ന് രണ്ട് യാത്രകൾ ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ മാറൂന്നു. ഓ അങ്ങനെ, അത്രയ്ക്കാണ് ഉദ്ദേശിച്ചില്ലെന്ന് പറയണം. പിന്നീട് സേതു പറഞ്ഞു, ഒരു ദിവസം നമ്മളും ഇങ്ങനെ പോകുമെന്ന് പറയണം. ആര്? നമ്മൾ രണ്ടുപേരും. നല്ല കഥയെ, അത് സേതുവിന്റെ തലവേദന ആവുമെന്ന് പറയാം. തലവേദന ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, ആ തലവേദന എനിക്ക് ഇഷ്ടമാന്ന് പറയണം. ആഹാ കൊള്ളാലോ, നമ്മളിങ്ങനെ എന്റെ വണ്ടിയിൽ കയറി യാത്ര അങ്ങോട്ട് പോകും. പിന്നീട് ഇങ്ങനെ കൈയും ചേർത്ത് പിടിച്ചൊരു യാത്ര. ഇത് കേട്ടോ പല്ലവി വെച്ചു. എന്നിട്ട് എന്താ ആ കൈ എടുത്ത് ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞോണ്ട് എന്ത് ചെയ്യണം, പല്ലവിയുടെ കൈ എടുത്ത് പിടിക്കണം. അപ്പൊ കൈക്കകത്ത് അയൺ ബോക്സ് ഉണ്ട്, അതിങ്ങനെ നെഞ്ചോടി ചേർക്കാൻ തുടങ്ങുമ്പോഴത്തേനും പല്ലവി സേതു കേട്ടാ എന്തേ കാണിക്കണേന്ന് ചോദിക്കണം. സേതു പെട്ടെന്ന് തൊണ്ടർന്നു. തേപ്പൊട്ടി ഭാഗ്യത്തിന് പൊള്ളിയില്ല, ഇപ്പൊ പൊള്ളി പോയില്ലാരും ചോദിക്കും. അയ്യോ അത് പിന്നെ ഞാൻ ഓർത്തില്ല, ഞാൻ എന്താ പല്ലവി പറഞ്ഞെന്ന് ചോദിക്കുക. ഒന്നും പറഞ്ഞില്ല തൽക്കാലത്തേക്ക് എന്ന് പറയണം. ഇത് കേട്ടതും സേതുവിന് ആ പാടൊരു നാണമൊക്കെ തോന്നി. പിന്നീട് ശ്രീഹരി ഒച്ചയും കൂടെ വീട്ടിലേക്ക് വരുമോ. അപ്പൊ റോഡ് സൈഡിലാണ് ആ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യുന്നത്. ഈ സമയം ശ്രീഹരിയുടെ അച്ഛൻ പറഞ്ഞു, എനിക്കിവിടെ ഇടാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല, പിന്നെങ്കില് അതെ ആ ഋതുവിനോട് വഴക്കുണ്ടാക്കണ്ടെന്നത് കഴിയുക, വെറുതെ അവൾ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതും കൂടാഞ്ഞിട്ട് അമ്മയുടെ സ്വഭാവം അറിയാലോ. അമ്മ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് എതിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. കുഴപ്പമൊന്നുമില്ല, അധികം വൈകാതെ തന്നെ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ അച്ചു പറയാം. ഇത് കേട്ട് ശ്രീഹരി പറഞ്ഞു, നമ്മൾ എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കാൻ പോകുന്നത്? ഈ ഓട്ടോറിക്ഷ ഇവിടെ കിടന്നോർത്ത് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, വെറുതെ നമ്മൾ വഴക്കടിക്കണ്ട എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് പൂർണ്ണിമ അങ്ങോട്ട് വരുന്ന സമയത്ത് അച്ചു അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അച്ചു എന്നിട്ട് കുറച്ച് പൈസ അങ്ങെടുത്ത് നീട്ടി. ഇതെന്തിനാ? അല്ല ഞങ്ങളുടെ വീട്ടു ചെലവിനുള്ള പൈസയാ, ഋതു പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസ തരണമെന്നോ. ഓഹോ അങ്ങനെയുണ്ട്, കാര്യം ചെയ്യാം, ഞാനല്ലോ പറഞ്ഞ്, ഋതു അല്ലേ പറഞ്ഞേ, അവളുടെ കൊണ്ട കൊടുത്തേക്കാൻ പറയാ. ഇത് കേട്ടതും അച്ചു പറഞ്ഞു, ഇനിയിപ്പം ഞങ്ങളുടെ വലിയൊരു പ്രശ്നം വേണ്ട, ഞങ്ങൾ ഇവിടുന്ന് വെറുതെ ഓസിന് കഴിക്കുക ചിന്ത വേണ്ട, ഞങ്ങളുടെ പൈസ അങ്ങ് തരുവാണെങ്കിൽ അത് നല്ലതല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടോ പൂർണ്ണിമ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നീ പൈസയെല്ലാം സൂക്ഷിച്ചു വെച്ചോ. ഇപ്പൊ നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ഇതിന്റെ വില എത്രയാന്ന് നിനക്കറിയാവോ? സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാല് ഇങ്ങനത്തെ 2 ഡ്രസ്സ് മേടിക്കാം എന്ന് പറയാം. അല്ലാതെ നിന്റെ വരുമാനം ഒന്നും ഇവിടെ ആർക്കും വേണ്ടെന്ന് പറയാം. ഈ പറയുന്ന നിന്റെ ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ടല്ല ഇവിടെ ഇത്രയും കാലം പൊന്നുമടത്തില് ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇത് പൊന്നുമടമാണ്,
അതിനുള്ള വഴിയൊക്കെ മാധവമേനെ നേരത്തെ ഉണ്ടാക്കിയിട്ടാ പോയിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഒന്നും കയ്യിൽ നിന്ന് ഒരു പൈസ പോലും മേടിച്ച് ഇവിടെ ചെലവ് നടത്തേണ്ട കാര്യമില്ലെന്ന് പറയാം. ആ സമയം അച്ചു പറഞ്ഞു, ഞാനല്ല പറഞ്ഞേ, ഋതു അല്ലേ പറഞ്ഞത് ഇവിടെ പൈസ വേണം ചെലവിനൊക്കെ എന്ന് പറഞ്ഞേ. ഇത് കേട്ടപ്പോൾ പൂർണ്ണിമ പറഞ്ഞു, അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ലെന്ന് പറയണ. പെട്ടെന്ന് തന്നെ അച്ചു ആ പൈസ ടേബിളിലേക്ക് വെച്ചിട്ട് അങ്ങോട്ട് പോവാണ്. തിരിയുന്ന സമയത്ത് പൂർണ്ണിമ വിളിച്ചു, മര്യാദയ്ക്ക് അത് എടുത്തോണ്ട് പോയിക്കോളാൻ പറയാണ്. അവിടെ ഒരു പൈസ വെച്ചിരിക്കുന്നു, വീട്ടു ചെലവ് നടത്താൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയണം. ഇവിടെ നിന്റെയോ നിന്റെ ഭർത്താവിന്റെയോ ഒരു ചില്ലി കാശ് പോലും വേണ്ട ചെലവ് നടത്താനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പൂർണ്ണിമ അങ്ങോട്ടേക്ക് കയറിപ്പോയി. അച്ചു ആ പൈസ കൊണ്ട് വന്നു കഴിയുമ്പോഴത്തേനും ശ്രീഹരി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ശ്രീഹരിയോട് പറഞ്ഞു, ഇനിയിപ്പം നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് കരുതിയ ഋതു ആ പൈസ കൊടുക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കൊടുത്തത്. ശ്രീഹരി പറഞ്ഞു, ഇനിയിപ്പം നമ്മളായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ശരിയാ അച്ചു പറഞ്ഞത്. നമ്മളിവിടെ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനെ പൈസ കൊടുത്തേക്കുവാണെങ്കിൽ അത് നല്ല കാര്യമില്ലേന്ന് ചോദിക്കും. ഇത് കേട്ടോണ്ടാണ് സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. സേതു വന്നിട്ട് പറഞ്ഞു, ഇതെന്ത് പരിപാടി ശ്രീഹരി നീ കാണിച്ചെന്ന് ചോദിക്കുക. എന്ത്, നീ എന്തിനാ പൈസ കൊടുത്തു വിട്ടേന്ന് ചോദിക്കും. അത് പിന്നെ ഋതു പറഞ്ഞിട്ട്, ഋതു പറഞ്ഞെന്നോർത്ത് അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? പിന്നീട് അച്ഛനോട് ചോദിച്ചു, നിനക്കറിയാവുന്ന കാര്യമില്ല ഋതുവിന്റെ സ്വഭാവം എന്നും പറഞ്ഞുകൊണ്ട് അവൾ എന്തേലും പറഞ്ഞെന്നോർത്ത് ഉടനെ അങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിലോ? അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ പല സംഭവങ്ങളും ഉണ്ടാവും, അതൊന്നും കാര്യമാക്കേണ്ടതേ ഇല്ലെന്ന് പറയണം. അപ്പോഴേക്ക് സേതുവിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ്. സേതു, ഹലോ. ആ ആണോ? ആ ശരിയെന്ന് പറഞ്ഞിട്ട് കോള് വെക്കുവാണ്. എന്താ സേതുട്ടാ എന്ന് പല്ലവി ചോദിക്കുകയാണ്. അത് പിന്നെ എടാ ശ്രീഹരി, നിന്റെ ഓട്ടോറിക്ഷ അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഒരു പരിചയക്കാരനെ വിളിച്ചതെന്ന് പറയാം. കേട്ട പാതി കേൾക്കാത്ത പാതി ശ്രീഹരി അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ്. ഓടി വഴിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും ഓട്ടോറിക്ഷ ഒന്ന് കത്തുന്നാ കണ്ടേ. ആ പുറകെ തന്നെ പല്ലവി സേതു അച്ചുവൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ശ്രീഹരി എന്ത് ചെയ്യണം, അവിടെ നിൽക്കുന്ന കണ്ട പള്ളയെല്ലാം വെച്ച് തീ കെടുത്താണ്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിക്കുന്നതിനിടയിൽ ശ്രീഹരിക്ക് പൊള്ളലേക്കുവാണ്. ഇത് കണ്ട അച്ചുവൊക്കെ അലറി നിലവിളിക്കുക. പെട്ടെന്ന് തന്നെ സേതു വന്ന് ശ്രീഹരിനെ പിടിച്ചു മാറ്റിക്കൊണ്ടോട് പോവാണ്. എന്ത് പരിപാടി നീ കാണിച്ചതെന്ന് ചോദിച്ചോണ്ട്. പക്ഷെ അപ്പോഴേക്ക് ദേഹത്ത് കൈയും ചങ്കും ഒക്കെ കുറെ പൊള്ളിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പല്ലി പറഞ്ഞ്, സേതുവേട്ടാ പോയി വണ്ടി എടുത്തോണ്ട് വാ, എത്രയും പെട്ടെന്ന് തന്നെ ശ്രീഹരിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയണം. പിന്നീട് അങ്ങനെ ശ്രീഹരിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഈ സമയത്ത് ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പൂർണ്ണിമ നല്ല ഉറക്കമായിരുന്നു. അപ്പോഴേക്കാണ് ബേബി ചേച്ചി അങ്ങോട്ട് വരുന്നത്. ബേബി ചേച്ചി മുറി വന്നിട്ട് പൂർണ്ണിമനെ വിളിക്കുകയാണ്. പക്ഷെ പൂർണ്ണിമ നല്ല ഉറക്കത്തിന് സമയമായിരുന്നു. പിന്നെ ഒന്നുകൂടെ വിളിച്ച് കഴിയുമ്പോൾ പൂർണ്ണിമ ഞെട്ടി കണ്ണു തുറന്നു. അപ്പം ബേബി ചേച്ചി പറഞ്ഞു, എന്നാലും അതെ പൂർണ്ണിമ ചേച്ചി ഇങ്ങനെ ചെയ്യുന്ന ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ എന്ന് പറയണം. എന്താ ബേബി, എന്താ കാര്യം എന്താന്ന് ചോദിക്കുക. എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല, ആ പാവത്തിന്റെ അന്നം മുട്ടിച്ച് കളഞ്ഞില്ലേന്ന് ചോദിക്കുക. നീ ആരെക്കുറിച്ച് എന്താ പറയണേ ബേബി ചേച്ചി? ബേബി എനിക്കൊന്നും മനസ്സിലാകുന്നില്ലോ എന്ന് പറയണം. ഞാൻ പറഞ്ഞ മറ്റാരെ കുറിച്ചല്ല, ശ്രീഹരിനെ കുറിച്ചാ. അവന്റെ ഓട്ടോറിക്ഷ പൂർണ്ണിമ വെച്ച് കത്തിച്ച് കളഞ്ഞില്ലേ? പറഞ്ഞപ്പോഴും ഞാൻ ഇത്ര പ്രതീക്ഷയില്ല കത്തിക്കൂന്ന്. ഓട്ടോറിക്ഷ കത്തിച്ചെന്നോ? നീ എന്തൊക്കെയാ പറയണേ? അതെ, ഓട്ടോറിക്ഷ കത്തിച്ചു. പാവ ശ്രീഹരി അത് അതിന്റെ തീ കടത്താനുള്ള ശ്രമത്തിനിടയിൽ അവന്റെ ദേഹം പൊള്ളി. അവനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയേക്കുക. പല്ലവി അച്ചും സേതു എന്ന് പറയണം. അത് കേട്ടതും വല്ലാത്തൊരു ഞെട്ടലുണ്ടായി. അയ്യോ ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ ചേച്ചി ഒന്നും അറിഞ്ഞിട്ടില്ല എനിക്ക്? ഇല്ലാന്ന് പറയണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഋതു സ്വാതിയും കൂടെ വരുവാണ്. ഋതു വന്നപ്പോഴത്തേനും പൂർണ്ണിമ വെച്ചു, മോളി കാര്യം വല്ല അറിഞ്ഞോ? അറിഞ്ഞായിരുന്നു അമ്മയെന്ന് പറയണം. എന്നാലും ആരായിരിക്കും ആ ഓട്ടോ കത്തിച്ചേ? ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, ആരെന്നാ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമുക്കറിയില്ലോ അമ്മയെ, വഴി സൈഡിലല്ലേ ഇട്ടിരിക്കുന്നത്. ചിലപ്പോൾ ആരെങ്കിലും ചെയ്ത പരിപാടിയായിരിക്കും എന്ന് പറയാം. എന്നാലും ദൈവമേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അപ്പൊ ഇന്നലെ വരെ അമ്മ അവരെ എതിർത്ത് സംസാരിച്ചുകൊണ്ടിരുന്നല്ലേ, പിന്നെ എന്താ ഇങ്ങനെ? അമ്മ തോന്നുന്ന വാക്കാണ് പറയണേ എന്നൊക്കെ ചോദിക്കുകയാണ്. അതല്ല ഋതു, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയൊക്കെ ഒരിക്കലും ചെയ്യാൻ പാടുള്ള കാര്യമല്ല. ഒരാള് അതുകൊണ്ടല്ലേ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ. അപ്പൊ അതല്ലേ നമ്മൾ ഇല്ലാതാക്കിയത്. നമ്മളല്ല ഇങ്ങനെ ഇല്ലാതാക്കിയത്, ആരാണെങ്കിലും ഇല്ലാതാക്കിയത് എന്നൊക്കെ പൂർണ്ണിമ പറയണം. ഇത് കേട്ടതും ഋതു ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ബേബി ചേച്ചി പറഞ്ഞു, ആരാണെങ്കിലും അവർ ഒരിക്കലും ഗതി പിടിക്കാനായിട്ട് പോകുന്നില്ല. ഇതിപ്പം ആരെങ്കിലും ചെയ്തതല്ല, മിക്കവാറും ചെയ്യിച്ചതാവാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും ഗുണം പിടിക്കില്ല. ഞാൻ അത്രയ്ക്ക് മനസ്സറിഞ്ഞാ ഞാൻ പറയണേ. കാരണം ശ്രീഹരി അത്രയ്ക്ക് പാവാ. അത് അധ്വാനിച്ചുണ്ടാക്കിയ ഓട്ടോറിക്ഷ, അതല്ലേ ഒരു നിമിഷം കൊണ്ട് കത്തിയ പറഞ്ഞ ആർക്കും സഹിക്കാൻ പറ്റുന്നെന്നൊക്കെ പറയണം. ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് ഋതു മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ സ്വാതി പറയാൻ അങ്ങോട്ട് ചെല്ലുവാണ്. സ്വാതി എന്നിട്ട് ചോദിച്ചു, സത്യം പറയും ചേച്ചി എങ്ങാനാണോ ഈ പണി ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ഋതു ആദ്യമൊന്നും മിട്ടിയില്ല. പിന്നീട് പറഞ്ഞു, അതേന്ന് പറയാണ്. ചേച്ചി എന്തിനാ ചെയ്തേ? എനിക്ക് ഇഷ്ടമില്ലായിരുന്നു നമ്മുടെ വീടിന്റെ മുന്നിൽ ഈ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യുന്നേ. അല്ലെങ്കിൽ തന്നെ ആ അച്ചുവിന്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തന്നെ അവൾക്ക് എന്തൊരു അഹങ്കാരമാണ്. ഒരു ഓട്ടോക്കാരൻ ഭർത്താവിനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇതിൽ പല ഒരു നാണക്കേട് വേറെ ഇല്ല. അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യിച്ചാന്ന് പറയാണ്. പക്ഷെ ഓട്ടോറിക്ഷ കത്തിക്കുന്ന കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നു. എന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞോളൂ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ സ്വാതി ഒന്നും മിണ്ടാ നിൽക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതെങ്ങാനും അമ്മയോടോ മറ്റാരോടെങ്കിലും പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും നിനക്കൂടെ ഇതിനകത്ത് പങ്കുണ്ടായിരുന്നു എന്ന് പറയും.
എല്ലാവരും അതോ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയണം. അത് കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി. സ്വാതിക്ക് പുറത്താടും തുറന്ന് പറയാനും പറ്റില്ല. ഇനിയിപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ താനും കൂടെ പ്രതിയാവൂല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് കാണിക്കുന്ന ശ്രീഹരി ഇങ്ങനെ കിടക്കുവാണ്. ശ്രീഹരിയുടെ ദേഹമൊക്കെ പൊള്ളലൊക്കെ ഉണ്ട്. ആ സമയം അച്ചു ഇങ്ങനെ വീശി കൊടുത്തോണ്ടിരിക്കുക. അപ്പോഴേക്ക് സേതു വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ടോ ശ്രീഹരി, കുറവുണ്ടോ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട ശ്രീഹരി തലയാട്ടുവാണ് കുറവുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.